നമസ്കാരം. പ്രധാന വാർത്തകൾ. CPI സേവ് ഫോറം സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെല്ലുവിളിയല്ലെന്നും അങ്ങനെയൊരു സംഘടനയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. ജില്ലയിലെ പാർട്ടി പ്രവർത്തനം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്നും KP സുരേഷ് രാജ്. വടക്കഞ്ചേരിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. പുതിയ ഭാരവാഹികൾ ഉണ്ടാകും. പുതിയ ജില്ലാ സെക്രട്ടറി ആരാകുമെന്ന ഊഹാപോഹങ്ങൾക്ക് ഞായറാഴ്ച വ്യക്തത വരും. ദുരിതയാത്രയ്ക്ക് അറുതിയില്ല. വാടനംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡിന്റെ പ്രവൃത്തികൾക്ക് ഒച്ചിന്റെ വേഗം. സർവീസ് റോഡ് 10 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനവുമായി റോഡ് പൂർണ്ണമായും അടച്ചിട്ട് 9 ദിവസം പിന്നിടുന്നു. നിർമ്മാണ പ്രവൃത്തികൾ എങ്ങുമെത്താത്തതിൽ ദുരിതയാത്ര എത്രനാൾ തുടരേണ്ടി വരുമെന്ന ആശങ്കയിൽ ജനങ്ങൾ. കോട്ടായിൽ പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ കുഴികളിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. മങ്കരയിൽ സംസ്ഥാന പാതയോരത്ത് അപകട ഭീഷണിയിലായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി. ഡോക്ടറെ സ്ഥലം മാറ്റി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സ്ഥലം മാറ്റം അടുത്തിടെ നടത്തിയ ശസ്ത്രക്രിയയിൽ 2 രോഗികൾ മരിക്കാനിടയായ സാഹചര്യം. നടപടിയിൽ പ്രതികരണവുമായി ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ. സർക്കാരിന്റെ കോളാമ്പിയായി ഇടതു സംഘടനകൾ മാറിയെന്ന് NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി. KSEBയുടെ കെടുകാര്യസ്ഥതയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചപ്പോൾ അധ്യാപകരെ പ്രതിയാക്കുകയും ADGPയുടെ തെറ്റിന് ട്രാക്ടർ ഡ്രൈവറെ പ്രതിയാക്കുകയും ചെയ്യുന്നതാണ് ഇടതു നയമെന്നും ആക്ഷേപം. സർവീസ് മേഖലയെ തകർക്കാൻ ഇടതു സംഘടനകൾ കൂടപിടിക്കുകയാണെന്നും AJ ശ്രീനി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NTU ധർണ പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ്. ലൈഫ് പദ്ധതി അട്ടിമറിച്ചുവെന്നും അർഹരായവരെ മാറ്റി നിർത്തിയെന്നും ആക്ഷേപം. സമഗ്രമായ അന്വേഷണം നടത്തും വരെ ശക്തമായ സമര പരിപാടികൾ നടത്തുമെന്നും ലീഗ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. CPI സേവ് ഫോറം സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെല്ലുവിളിയല്ലെന്നും അങ്ങനെയൊരു സംഘടനയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ജില്ലയിൽ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്നും KP സുരേഷ് രാജ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. വടക്കഞ്ചേരിയിൽ 3 ദിവസമായി നടക്കുന്ന ജില്ലാ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. അതേസമയം പുതിയ ജില്ലാ സെക്രട്ടറി ആരാകുമെന്ന ഊഹാപോഹങ്ങൾ ഉയർന്നുവരുന്നുണ്ട്. CPI സേവ് ഫോറം സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെല്ലുവിളിയാകില്ല. അങ്ങനെയൊരു സംഘടനയെക്കുറിച്ച് പാർട്ടി ചിന്തിക്കുന്നു പോലുമില്ലെന്നും ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പറഞ്ഞു. പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിട്ടവർ സ്വയം തെറ്റുതിരുത്തി തിരികെ വന്നാൽ സ്വീകരിക്കുമെന്നും സുരേഷ് രാജ് കൂട്ടിച്ചേർത്തു. സംഘത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടിയുടെ അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തിക്കാത്തവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുക എന്നത് ഈ പാർട്ടി രൂപീകരിച്ച കാലം തൊട്ടുള്ള പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ളവർ സ്വയം തെറ്റുതിരുത്തി തിരിച്ചു വന്നാൽ ആരും തിരിച്ചെടുക്കും. അതാണ് പാർട്ടിയുടെ ചരിത്രം. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ജില്ലയിലെ പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഒരു പ്രയാസവും ഉണ്ടായില്ലെന്നും KP സുരേഷ് രാജ് പറഞ്ഞു. CPI ജില്ലാ സമ്മേളനം വടക്കഞ്ചേരിയിൽ തുറന്നു വരികയാണ്. 3 ദിവസത്തെ ജില്ലാ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. പുതിയ ഭാരവാഹികൾ വരും. അതേസമയം പുതിയ ജില്ലാ സെക്രട്ടറി ആരാകുമെന്ന കാര്യത്തിൽ ഞായറാഴ്ച അറിയാനാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദുരിതയാത്രയ്ക്ക് അറുതിയില്ല. വാടനംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് നിർമ്മാണത്തിനു വേണ്ടി പ്രദേശത്ത് പാത അടച്ചിരിക്കുകയാണ്. ഇതുമൂലം യാത്രക്കാരുടെ ദുരിതയാത്രയും തുടരുകയാണ്. 10 ദിവസത്തെ കാലാവധി 20-ന് ഞായറാഴ്ച പൂർത്തിയാകാനിരിക്കെ നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും എങ്ങുമെത്തിയില്ല. ദുരിതമീ യാത്ര ഇനി എന്നു തീരുമെന്നറിയില്ല. വാടനംകുറിശി ഭാഗത്തെ രാവിലത്തെ മാത്രം കാഴ്ചകളാണിത്. നിരവധി വിദ്യാർത്ഥികളുടെയും മറ്റു യാത്രക്കാരുടെയും കാൽനടയായ ദുരിതയാത്ര. വാടാശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സർവീസ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്കാണ് പ്രദേശത്തെ പാത അടച്ചിരിക്കുന്നത്. ഈ മാസം 11 മുതൽ പാത അടച്ചിട്ടു. പ്രവൃത്തികൾ തുടങ്ങിവെച്ചു. 10 ദിവസത്തെ പ്രവൃത്തികൾ 20-ന് ഞായറാഴ്ച പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് പാത അടച്ചത്. എന്നാൽ പ്രവൃത്തികൾ ഇനിയും എങ്ങുമെത്തിയില്ല. പാത അടച്ചിടൽ തുടരാനാണ് ഇപ്പോഴത്തെ സാധ്യത. റെയിൽവേ ഗേറ്റ് പരിസരത്തും അപ്രോച്ച് റോഡിൻ്റെ പരിസരത്തുമാണ് പാത അടച്ചിരിക്കുന്നത്. ഇതുവരെ മാത്രം സ്വകാര്യ ബസ്സുകളെത്തി പിന്നീട് യാത്രക്കാരെ കയറ്റി പോകുന്ന സ്ഥിതിയാണ് ഇവിടെ. ബൈക്കുകൾ കടത്തിവിടുന്നുണ്ട്. ഒരു വശത്തെ അപ്രോച്ച് റോഡിൻ്റെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. മറ്റു വശത്തെ സർവീസ് റോഡ് പ്രവൃത്തികളും നടക്കുന്നുണ്ട്. പാത നിരപ്പാക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്.
പാത നിരപ്പാക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ശേഷം കട്ട വിരിക്കാനാണ് തീരുമാനം. ഇതിനായി പാതയുടെ 2 വശത്തും പ്രവൃത്തികൾക്കായി കട്ട സ്വരൂപിച്ചു കഴിഞ്ഞു. പാലം പണിയും പാതയുടെ പണിയും പെട്ടെന്ന് തീരട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഓരോ യാത്രക്കാരുടെയും ഈ യാത്ര. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റോഡ് നന്നാക്കാത്തതിനെതിരെ പ്രതിഷേധം. കോട്ടായിയിൽ പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെതിരെ കുഴികളിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. പ്രവൃത്തികൾ നടത്താൻ അനുമതി തരാത്തതിനു പിന്നിൽ ഇറിഗേഷൻ വകുപ്പിന്റെ പിടിവാശിയാണെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെട്ട ചക്കാന്തൊടി റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായിട്ട് വർഷങ്ങളായി. ഓട്ടോ ടാക്സിക്കാർ വാടകയ്ക്ക് വിളിച്ചാൽ ഇതുവഴി ഓട്ടം അടിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കാത്തതിനെതിരെയാണ് കുഴികളിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. 6-ാം വാർഡ് കിഴക്കേക്കര കുളങ്കര വെള്ളാട്ടുകളം റോഡ് കുണ്ടും കുഴിയുമായിട്ട് വാഴ നട്ട് നാട്ടുകാർ പ്രതിഷേധം ഇവിടെ അറിയിച്ചു. യാതൊരു നടപടി ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ആകെ 270 മീറ്ററേ ഉള്ളൂ ഒരു റോഡിൻ്റെ വീതി. ഒരു വാഹനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനും വഴിയില്ല. ഈ കണ്ടത്തിൽ നട്ടിട്ട് നമ്മൾ കിളച്ച് നട്ടിട്ട് നടന്ന രീതിയിലുള്ള റോഡാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം ഇത് നന്നായിരുന്ന റോഡായിരുന്നു. അത് ഈ ജലസേചന വകുപ്പിൻ്റെ ഈ കനാലുകൊണ്ട് കീറി കഴിഞ്ഞപ്പോൾ അത് നന്നാക്കിയിട്ടുമില്ല. ആ കുഴികൾ ഓരോ വാഹനം വരുന്തോറും അത് താന്ന് പോയി കഴിഞ്ഞിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു രോഗികളെ കൊണ്ടുപോകാൻ യാതൊരു വഴിയില്ലാത്ത രീതിയിലാണ് ഇന്നത് കിടക്കുന്നത്. വെള്ളം കെട്ടി പിന്നെ കുണ്ടും വണ്ടിയൊക്കെ ചാടിച്ചാടിയിട്ട് പോകും. അതേസമയം റോഡിന്റെ വശത്തിലുള്ള കാട കനാലിലെ മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ അധികൃതർ തടസ്സപ്പെടുത്തിയെന്നാണ് പറയുന്നത്. റോഡ് പണി നടത്താൻ ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണെന്നും അനുമതി ലഭിച്ചാൽ ഉടൻ പണി തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. അടുത്തിടെ ശസ്ത്രക്രിയ നടത്തിയ 2 രോഗികൾ മരിച്ചിരുന്നു. ഇതാണ് ഡോക്ടറുടെ സ്ഥലം മാറ്റത്തിന് കാരണമായത്. ഇതിനെതിരെ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഒരാളെ കുറവ് കാണിക്കില്ല, പക്ഷേ ജനങ്ങൾ അറിയണം. ഇവിടെ ഒരു വർഷം 2019 ഇത് ചലിച്ച് തുടങ്ങിയപ്പോൾ ഒരു വർഷം 4 ഹാർട്ട് ഓപ്പറേഷൻ നടന്നത്. ഇവിടെ മിക്ക പേഷ്യൻസ് വരുന്ന ഹാർട്ട് ഓപ്പറേഷനാണ്, അല്ലാതെ ചെറിയ കാലിൻ്റെ ബൈപ്പാസോ ചെറിയ പഴുപ്പെടുക്കാനോ അല്ല. ഈ ഹാർട്ട് ഓപ്പറേഷനാണ് ബുദ്ധിമുട്ടുള്ളത്. ഇവിടെ 6 വെന്റിലേറ്റർ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ശീലമാത്ത് പറയും, മാഡം ഇവിടെ 24 കേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 24 കേസ് ചെയ്യാനുള്ള സൗകര്യം ഈ മെഡിക്കൽ കോളേജിലുണ്ട്. അത് വെറും ഒരു ICU വേസ്റ്റായിട്ടിരിക്കുക, ഒന്നും ഉപയോഗിക്കാതെ, ആ വെന്റിലേറ്റേഴ്സ് ഉപയോഗിക്കാതെ 7 വർഷമായിട്ട് വെന്റിലേറ്റർ ഉപയോഗിക്കാതെ അവിടെ കിടക്കുക. ഒരു 10 വർഷമാണ് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം വില വരുന്ന ഒരു വെന്റിലേറ്ററിൻ്റെ ഒരു ടൈം പീരീഡ് ഒരു 10 ഇയേഴ്സാണ്. അതിൽ 7 ഇയേഴ്സ് കഴിഞ്ഞു പോയി. ഒരു 3 ഇയേഴ്സും കൂടി പോകാൻ AMC, അത് ഞാൻ അതിന് ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ പ്രശ്നം ഡൈവേർട്ട് ചെയ്യുകയാണ്. ശനിയാഴ്ച ബന്ധു മരിച്ച ദിവസമാണ് എൻക്വയറി വെച്ചത്. അന്ന് എൻക്വയറി വെക്കരുതെന്ന് പറഞ്ഞതാണ്. പെർഫ്യൂണിസ്റ്റ് കോഴ്സ് മുഴുവനാക്കിയോ എന്നല്ല, മുൻപരിചയമുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു മുൻപരിചയവുമില്ലാത്തവരാണ് ഇവർ. നിയമന സമയത്ത് KPC രജിസ്ട്രേഷൻ ക്രൈറ്റീരിയയായി വെച്ചില്ല. ഓപ്പറേഷൻ മുടക്കിയത് എങ്ങനെയാണെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. ഹൃദയ ശസ്ത്രക്രിയ എങ്ങനെ നിർത്തിവെക്കും? മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്റർ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇത് കളക്ടറെ അടക്കം അറിയിച്ചിട്ടുണ്ട്. കളക്ടർ അനുഭാവപൂർവ്വമാണ് എല്ലാം കേട്ടത്. 3 വർഷം തികയുന്നതിന് മുന്നേ ട്രാൻസ്ഫർ ചെയ്തു. എത്രയോ പ്രാവശ്യം കാണിച്ചു കൊടുത്തു. ഞാൻ കളക്ടറിനെ കണ്ടു. കളക്ടർ കാരണം ഇവിടെ ഒന്നും നടക്കുന്നില്ല കണ്ട് ഞാൻ കളക്ടറെ പോയി കണ്ടു. കളക്ടറോട് പറഞ്ഞു, സാർ എനിക്ക് കേസ് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ നിർബന്ധിക്കരുത്. കാരണം ആ കുട്ടിക്ക് നോളജ് ഇല്ല, സ്കില്ലില്ല, ആറ്റിറ്റ്യൂഡില്ല, എങ്ങനെയാണ് ഞാൻ കൊടുക്കുക? അപ്പോൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എനിക്ക് അവസാനം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു, എനിക്ക് സന്തോഷമായി നമ്മളെ പാണ്ഡ്യ സാറിനെ കണ്ടപ്പോൾ. കാരണം വളരെ എഫബിൾ, വളരെ നല്ല മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനിൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കണ്ടു. നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരേ പ്രാവശ്യം ഞാൻ ഇവിടെ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ ഈ പ്രശ്നം പറഞ്ഞിട്ട്, ഈ പെർഫ്യൂഷൻ സെക്ഷൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സൂപ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ആദ്യം അവർ പ്രൊആക്റ്റീവാണ്. പ്രിൻസിപ്പൾ പറയും, അഷ്റഫെ ഞാൻ ഇതിനെ സോൾവ് ആക്കി തരാം, പക്ഷേ പൊളിറ്റിക്കലാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ സൂപ്രണ്ടിനോട് പറയും, ആദ്യം ഒരു റിക്വസ്റ്റ് ഇട്ടതാ, അപ്പോൾ ഒരു റിക്വസ്റ്റ് എഴുതും, പിന്നെ റിക്വസ്റ്റ് ഇട്ടതാ, ആ റിക്വസ്റ്റ് കാണാനില്ല, അടുത്ത റിക്വസ്റ്റ് ഇട്ട് കൊടുക്കും. അവസാനം റിക്വസ്റ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പറയുമ്പോൾ എന്താ പറയുക, ഈ പൊളിറ്റിക്കൽ അപ്പോയിൻറ്റി ടെമ്പററി പോസ്റ്റ്
അത് ആ കുട്ടീനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ PSC അപ്പോയിൻറ്റിനെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മടുത്ത് വിട്ട് പോയിക്കോട്ടെ. PSC അപ്പോയിൻറ്റ് പോയിക്കോട്ടെ, HES അപ്പോയിൻറ്റിനെ ഏതായാലും മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് ഉദ്ദേശം. ഇത് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണെന്നും ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സർക്കാരിൻ്റെ പ്രചരണ കോളാമ്പിയായി ഇടതു സംഘടനകൾ മാറിയെന്ന് NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി. KSEBയുടെ കെടുകാര്യസ്ഥതയിൽ വിദ്യാർത്ഥി മരിച്ചപ്പോൾ അധ്യാപകരെ പ്രതിയാക്കുകയും ADGPയുടെ തെറ്റിന് ട്രാക്ടർ ഡ്രൈവറെ പ്രതിയാക്കുകയും ചെയ്യുന്നതാണ് ഇടതു സർക്കാർ നയമെന്നും ശ്രീനി പറഞ്ഞു. സർവീസ് മേഖലയെ തകർക്കുക എന്ന സർക്കാർ താൽപ്പര്യത്തിന് കുടപിടിക്കുകയാണ് ഇടതു സംഘടനകളെന്നും ശ്രീനി പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NTU DDE ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AJ ശ്രീനി. അധ്യാപകരുടേതുൾപ്പെടെ പല ജീവനക്കാരുടെ ഓരോ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇടത് സർക്കാർ കവർന്നെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന സർക്കാർ പിന്നീട് നടപ്പിലാക്കാത്ത സ്ഥിതിയാണ്. ഇടത് സർക്കാരിന്റെ കാലത്ത് ആനുകൂല്യം കവർന്നെടുക്കപ്പെട്ട മേഖല സർക്കാർ ജീവനക്കാരുടേതാണ്. മുൻകാലങ്ങളിലെ നഷ്ടത്തെക്കുറിച്ചോ കിട്ടാനുള്ളതിനെക്കുറിച്ചോ ഇടത് സംഘടനകൾ മിണ്ടാത്തത് വഞ്ചനയാണ്. പറഞ്ഞു പറ്റിക്കുന്ന സർക്കാർ രീതി പിന്തുടരുന്ന ഇടത് സംഘടനകളെയും ജീവനക്കാർ തിരിച്ചറിഞ്ഞെന്നും ശ്രീനി പറഞ്ഞു. നമുക്കറിയാം, 9.5 വർഷത്തെ ഭരണം കൊണ്ട് 2016 മെയ് മാസത്തിൽ അധികാരത്തിലേറിയ പിണറായി ഈ 9.5 മാസത്തെ ഭരണം കൊണ്ട് ഈ കേരളത്തിനെ പണ്ട് മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ പോലെ ഇനി ഇതിന്റെ അപ്പുറം താഴ്ത്താനില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു സമരം നടന്നിരുന്നു ഇതേ പന്തലിൽ. ഈ കേരളത്തിലെ മുഴുവൻ സംയുക്ത കായികാധ്യാപകരുടെ സംഘടനാ സമരമാണ് ഇവിടെ നടന്നത്. അതിൽ KSCAക്കാരുണ്ട്, KPSCAക്കാരുണ്ട്, KSTUക്കാരുണ്ട്, വിവിധ രാഷ്ട്രീയ വിശ്വാസത്തിലുള്ള മുഴുവൻ കായികാധ്യാപകരും ഇവിടെ അണിനിരന്നു. അതിനു മുമ്പൊരാഴ്ച ഒരു സമരം നടന്നിരുന്നു ഇവിടെ, ജൂലൈ 1-ാം തീയതി, അവകാശ നിഷേധ സമരം എന്ന് പറഞ്ഞു. അന്ന് മുഴുവൻ സർക്കാർ ജീവനക്കാരും ഈ പന്തലിൽ അണിനിരന്നു. അന്ന് ഇവിടെ കാണേണ്ട ഘോഷമായിരുന്നു. ഒരു ആശംസാ പ്രസംഗത്തിന് ഞാനും ഇവിടെ എത്തിയിരുന്നു. ഇവിടെ ഒരു പന്തല്, അവിടെ ഒരു പന്തല്, ഇതിന്റെ അപ്പുറത്തൊരു പന്തല്, ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു പന്തല്. ഈ ഭാഗത്തോടെ ഒരു വണ്ടി, ഒരു 2 വീലർ പോകും പറ്റാത്ത രീതിയിലുള്ള ഒരു സമര പരമ്പരയായിരുന്നു ഇവിടെ അന്ന് കാണാൻ സാധിച്ചത്. അതിൽ എല്ലാ തരത്തിലുള്ള കൊടികളും കാണാൻ സാധിച്ചു. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ സമസ്ത മേഖലകളിലും പ്രതിഷേധത്തിലാണ്, എല്ലാവരും നിരാശയിലാണ്. ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കുക, DA കുടിശ്ശിക അനുവദിക്കുന്നതിനൊപ്പം DA കേന്ദ്രത്തിന് തുല്യമാക്കുക, ജീവനക്കാരോടുള്ള വിവേചനവും പ്രതികാര നടപടിയും അവസാനിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കുക, മെഡിസെപ്പിലെ അപകടങ്ങൾ പരിഹരിക്കുക, PM ശ്രീ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് സച്ചിദാനന്ദൻ PA അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് ഗോപിനാഥ്, അഭിലാഷ് PR എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ്. ലൈഫ് പദ്ധതി അട്ടിമറിച്ചുവെന്നും അർഹരായവരെ മാറ്റി നിർത്തിയെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. പഞ്ചായത്തിലെ ഫണ്ടുകൾ അട്ടിമറിച്ചതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും വരും ദിവസങ്ങളിൽ ആവശ്യമുന്നയിച്ച ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ ലീഗ് നേതാക്കൾ പറഞ്ഞു. ഭരണസമിതി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പൊതുമുതൽ വിറ്റ് കാശാക്കിയ വിഷയത്തെക്കുറിച്ചും പഞ്ചായത്തിലെ കുണ്ടും കുഴികളുമായി കിടക്കുന്ന റോഡുകളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താതെ പാർട്ടി പ്രവർത്തകർക്കും സ്വന്തക്കാർക്കും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവണതയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മെച്ചപ്പെടുത്താതെ ലൈഫ് പദ്ധതി അട്ടിമറിച്ച് അർഹരായവരെ മാറ്റി നിർത്തിയതായും അനർഹർക്ക് നൽകിയതായും ശക്തമായ പരാതിയാണ് ഉയർന്നുവരുന്നത്. ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫണ്ടുകൾ അട്ടിമറിച്ചതിനെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് വളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യം. നമുക്കറിയാം, അടുത്ത കാലത്ത് നടന്നു വന്ന വിവാദം പഞ്ചായത്തിലെ സാമ്പിക്കൽ വീട്ടിൽ പത്മനാഭൻ നായർ എന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും പഞ്ചായത്തിന് ദാനമായി നൽകിയ 36 സെന്റ് സ്ഥലത്ത് പാവപ്പെട്ട ആളുകൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി നൽകിയ 36 സെന്റ് സ്ഥലത്ത് ഉണ്ടായിരുന്ന വലിയ മരത്തടികളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടവും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ തീരുമാനമെടുക്കാതെ അത് ലേലത്തിൽ വയ്ക്കാതെ യാതൊരു നടപടികളും സ്വീകരിക്കാതെ തീർത്തും
ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി കെട്ടിടം പൊളിച്ചു വെക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. നമുക്കറിയാം, ഒരു ഭരണസമിതി തീരുമാനമെടുക്കുകയും ആ തീരുമാനം പിന്നീട് ലേലത്തിൽ വെക്കുകയും ലേലം കൊട്ടേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പൊതുസ്ഥലത്തുള്ള സംഗതികൾ പൊളിച്ചു മാറ്റലോ അല്ലെങ്കിൽ മുറിച്ചു വെക്കുകയോ നടത്തുക. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PA അബ്ദുൽ കരീം, ജനറൽ സെക്രട്ടറി KY അഫ്സൽ, ട്രഷറർ TB മൊയ്തീൻകുട്ടി, വൈസ് പ്രസിഡന്റ് CKM അഷറഫ്, ജോയിന്റ് സെക്രട്ടറി NA ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം മനശ്ശേരിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ടു പിക്കപ്പ് വാൻ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 3 സ്കൂട്ടറുകൾ ഇടിച്ചു തകർത്തു. രാവിലെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 3 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് കൊളപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാഹനം മനശ്ശേരി റോയൽ കാറ്ററിംഗ് സ്ഥാപനത്തിന് മുന്നിൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന 3 ഇരുചക്ര വാഹനങ്ങളാണ് ഇടിച്ചു തകർത്തത്. കത്തികാട്ടി പണം തട്ടാൻ ശ്രമം. കുറ്റവാളിയെ പറളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിരവധി പിടിച്ചുപറി കേസിലെ പ്രതിയും പോലീസ് സംരക്ഷണത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടയാളുമായ ആലപ്പുഴ എടത്വ ചങ്ങൻകരി വൈപ്പിൻശ്ശേരി ലക്ഷം വീട്ടിൽ വേണുവിൻ്റെ മകൻ വിനീതിനെയാണ് പറളിയിലെ പിടിച്ചുപറി കേസുമായി ബന്ധപ്പെട്ട് മങ്കര പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. 2025 മാർച്ച് 5 രാത്രി 1 മണിക്ക് പറളി അറബിക് കോളേജിന് മുൻവശമുള്ള പഴം വിൽക്കുന്ന തട്ടുകടക്കാരൻ്റെ മകനെ പറളി ചെറിയ സ്കൂൾ റോഡിൽ വെച്ച് ബൈക്കിൽ വന്ന 2 പേർ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. വടിവാൾ വിനീത് എന്ന 25 വയസ്സുള്ള വിനീതിൻ്റെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ തൃശൂർ ഹൈ സെക്യൂരിറ്റി ജയിലിൽ ആക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മങ്കരയിൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാതയിലെ തകർച്ചാ ഭീഷണിയായ കെട്ടിടം ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് പൊളിച്ചുമാറ്റി. നാട്ടുകാരുടെ പരാതിയെ തുടർന്നായിരുന്നു കളക്ടറുടെ നടപടി. ഭാഗികമായി സംസ്ഥാന പാതയിലെ ഗതാഗതവും പോലീസ് നിയന്ത്രിച്ചു. മങ്കര കൂട്ടുപാതയിൽ പാതയോരത്തായിരുന്ന കെട്ടിടം വർഷങ്ങളായി തകർച്ചാ ഭീഷണിയിലായിരുന്നു. മഴ കൊണ്ട് കെട്ടിടത്തിലെ മുക്കും മൂലയും ഇടിഞ്ഞ് കെട്ടിടം തന്നെ തകർച്ചാ ഭീഷണിയിലായിരുന്നു. താഴെ നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്. കൂടാതെ നിരവധി യാത്രക്കാർ ബസ്സിനായി കാത്തുനിൽക്കുന്നതും ഇതിനു താഴെയാണ്. കെട്ടിടം നിലംപതിച്ചാൽ വൻ ദുരന്തമുണ്ടാകും. യാത്രക്കാർക്കും പരിസരവാസികൾക്കും എന്നും ഭീഷണിയായതോടെ മണ്ണൂർ പഞ്ചായത്ത്, മങ്കര പോലീസ് എന്നിവർക്കും 1 വർഷം മുൻപ് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. കെട്ടിടവുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നതിനാൽ കോടതി അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ 1 മാസം മുൻപ് വീണ്ടും കെട്ടിടം ഇടിയാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ മങ്കര മണ്ണൂർ പഞ്ചായത്ത് അധികൃതർക്കും മണ്ണൂർ വില്ലേജ് അധികൃതർക്കും മങ്കര പോലീസിനും വീണ്ടും പരാതി നൽകി. തുടർന്ന് മണ്ണൂർ പഞ്ചായത്ത് ജില്ലാ കളക്ടർക്കും ഉടൻ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകിയതാണ് വഴിത്തിരിവായത്. കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് അയക്കുകയും അവർ അനുകൂലമായി റിപ്പോർട്ട് നൽകുകയുമായിരുന്നു. തുടർന്നാണ് മങ്കര പോലീസ്, മണ്ണൂർ വില്ലേജ്, മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കെട്ടിടം പൊളിച്ചുമാറ്റിയത്. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത, VM അൻവർ സാദിഖ്, പഞ്ചായത്ത് സെക്രട്ടറി KM ബിന്ദു, വില്ലേജ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ, KSEB AE പ്രേംകുമാർ, സബ് എഞ്ചിനീയർ സുരേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുസമീം, മങ്കര SI സുൽഫിക്കർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. വളരെ ആശങ്കാപരമായ ഒരു കാര്യമാണ് ഈ കെട്ടിടം നിൽക്കുക എന്നുള്ളത്. നിരവധി തവണ ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ മറ്റു നമ്മുടെ പഞ്ചായത്തും വില്ലേജും എല്ലാവരും നിരന്തരം ഇടപെട്ടൊരു വിഷയമായിരുന്നു. എന്നാൽ കളക്ടർ എടുത്ത ഈ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും ഇതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കളക്ടർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. 3 മണിക്കൂറിലേറെ സമയമെടുത്താണ് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുമാറ്റിയത്. കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടിയെടുത്ത കളക്ടർക്ക് പൊതുപ്രവർത്തകനും സമീപവാസിയുമായ ജബ്ബാർ മങ്കര നന്ദി അറിയിച്ചു. പൊളിക്കാൻ ഓർഡർ വന്നു. ഇന്ന് രാവിലെ ഏകദേശം 11 മണിക്ക് അത് പൊളിച്ചു മാറ്റി. വലിയ സന്തോഷിക്കണം. ഞങ്ങൾ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു സഹായം കൊണ്ടും അതുമാതിരി ഇവിടുത്തെ കളക്ടറിനോട് ഞങ്ങൾ എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാരക്കാട് യൂണിറ്റിൻ്റെയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാരക്കാട് യൂണിറ്റിൻ്റെയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആയുർവേദത്തിലൂടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചവരെ കാരക്കാട് നരസിംഹമൂർത്തി ക്ഷേത്ര ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ചെറുതുരുത്തി പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സഞ്ജീവ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
here you are living within the lap of nature. So this is the great opportunity. You are the luckiest one. You are living here. I know that some elements are there while you become older and older. Some elements are naturally, because we are human beings. We can't stop thinking. But as I am observing you, you all are healthy people, and with the grace of God, I'll pray to the God, you be healthy, be happy, and my doctor, colleague Dr. Vinita and his team will properly check you, give free of cost medicine, and in future if you require somewhere else these kind of free medical checkup or medical camp are required. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ കാലടി അധ്യക്ഷനായി. ഡോക്ടർ ദേവി ആർ നായർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. TN ശ്രീനിവാസൻ, രവീന്ദ്രനാഥ്, PC ഉണ്ണിയയ്യപ്പൻ, ഗോപിനാഥൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ P ബിനീത, ഡോക്ടർ VC ദീപ, ഡോക്ടർ ദേവി ആർ നായർ എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയ്ക്ക് ശേഷം മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ക്യാമ്പിൽ 100-ൽ പരം ആളുകൾ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU പറളി യൂണിറ്റിന്റെ വാർഷിക കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും പറളിയിൽ സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ ട്രഷറർ KK സതീശൻ ഉദ്ഘാടനം ചെയ്തു. നാട് മുഴുവൻ ലഹരിയിലും മയക്കുമരുന്നിലും വ്യാപിച്ച സാഹചര്യത്തിൽ ലഹരിമുക്ത സമൂഹ സൃഷ്ടിക്കായി രംഗത്തിറങ്ങണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന KSSPU പറളി യൂണിറ്റ് വാർഷിക കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും ജില്ലാ ട്രഷറർ KK സതീശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KT രാമദാസും റൂറൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലനും നവാഗതരെ പരിചയപ്പെടുത്തി. റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K പാർത്ഥസാരഥി, സംസ്ഥാന കൗൺസിലർ PR രാജേശ്വരി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് V മണിയൻ, യൂണിറ്റ് രക്ഷാധികാരികളായ MC ബാലൻ, N മാണിക്കൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി CA മുരളീധരൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ K രാധാറാണി നന്ദിയും പറഞ്ഞു. C പുഷ്പലതയുടെ പ്രാർത്ഥനയോടെയാണ് കൺവെൻഷന് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കവളപ്പാറ ഏരിയ കൺവെൻഷൻ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. KSSPU ജില്ലാ രക്ഷാധികാരി PV വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംഘടനകളിൽ പ്രവർത്തിച്ചവരാവാം, അല്ലെങ്കിൽ അംഗത്വമുള്ളവരാവാം. അത് വിവിധ രാഷ്ട്രീയ സംഘടനകളാണ്. അധ്യാപകരായിക്കോട്ടെ, മറ്റ് വിഭാഗക്കാരായിക്കോട്ടെ, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ ഘടകങ്ങളായി പ്രവർത്തിച്ചവരാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉൾക്കൊള്ളും. ഏത് രാഷ്ട്രീയക്കാരായാലും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ്. ശനിയാഴ്ച രാവിലെ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ചായിരുന്നു KSSPU കവളപ്പാറ ഏരിയ കൺവെൻഷൻ ചേർന്നത്. ഇതോടൊപ്പം യൂണിറ്റിലേക്ക് 7 നവാഗതരെയും സ്വീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P ഗംഗാധരൻ നായരാണ് പുതിയ അംഗങ്ങളെ സ്വീകരിച്ചത്. ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ഏരിയ പ്രസിഡന്റ് E ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. KK അജയകുമാർ, K ശങ്കരൻ, M രാജലക്ഷ്മി, ജയരാജൻ, KK കേരളകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂരിൽ ലഹരിക്കെതിരെ ജനകീയ സദസ്സ്. ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് KSSPU ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ സായംപ്രഭ ഹോമിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. രണ്ടോ കുട്ടികളുണ്ടാവും, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കും. ആ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ റൂമിൽ പോയിരിക്കും. അടുത്തുള്ളവരെന്നെ അറിയില്ല. അപ്പോൾ വീട്ടിലൊരാൾ വിരുന്നാലും വന്നാലും കൂടി ആ കുട്ടികൾ പുറത്തേക്ക് വരും. അപ്പോൾ അവരതിനൊന്നും അഡിക്റ്റ് ആവുകയാണ്. അതിന് വേണ്ട നല്ല കാര്യങ്ങളുണ്ടാവും. ഫോണിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ തലമുറ കുട്ടികൾ വളർന്നില്ല. രാസലഹരിക്കെതിരെ സമൂഹം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് പട്ടാമ്പി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K മണികണ്ഠൻ ക്ലാസ് എടുത്തു. നേർവഴിക്ക് കൊച്ചുമക്കളെ നയിക്കുന്നതിനും കൂടുതൽ
സമയം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർണായക പങ്ക് ഈ ഒരു വിഷയത്തിൽ വഹിക്കാനുണ്ട്. കാരണം നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ചീത്ത ദുഷ്ചിന്തകളിൽ നിന്നൊക്കെ അകത്തു നിൽക്കുന്നതിന് വേണ്ടി ഒരു നിർണായക പങ്ക് നിങ്ങൾക്കതിൽ വഹിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു കൂടിയിരിക്കുന്നത് ഏറ്റവും നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തന്നെയാണ്. യൂണിറ്റ് പ്രസിഡന്റ് KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M രാമേന്ദ്രൻ, യൂണിറ്റ് സെക്രട്ടറി KM ഗംഗാധരൻ, അനിൽകുമാർ, കമലം, അപ്പുണ്ണി, CP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. യു വിനോദ് കുമാർ അനുസ്മരണ ദിനം ഷൊർണൂരിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്തെമ്പാടും പ്രസംഗിച്ചവരാണ്. നിർഭാഗ്യവശാൽ ആ പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട വിജയമായിരുന്നു. ഈ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശവഞ്ച വേണ്ടിയത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമാണ്. ഇനി ലോകത്തൊരു ചുമതല കൂടി ഉയരില്ല എന്നാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭൂമികളിൽ മുതലാളിമാർ ശബ്ദം. DYFI മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPIM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി P സിന്ധു, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം രാജേഷ് പോൾ, SFI ഏരിയ പ്രസിഡന്റ് സച്ചിൻ, ശോഭ, വിവേക്, ജോയിന്റ് സെക്രട്ടറി രാഹുൽ, SFI സെക്രട്ടറി സിദ്ധാർത്ഥ് എന്നിവർ യു വിനോദ് കുമാറിനെ അനുസ്മരിച്ചു. സർഗാത്മക അക്കാദമിക കായിക രംഗത്തെ പ്രതിഭകളെയും SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമ്മേളനത്തിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തലമുറകളുടെ സംഗമം മങ്കരയിൽ നടന്നു. കുടുംബസംഗമം വേറിട്ട കാഴ്ചയായി. കുട്ടികൾക്ക് ഇരട്ടി മധുരം പകർന്നുകൊണ്ട് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. മങ്കര CI A പ്രതാപ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പേർ ഒത്തുചേർന്നത് കാരക്കുളം ഫാമിലി കൂട്ടായ്മയിലാണ്. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന രണ്ടാമത്തെ കൂട്ടായ്മയായിരുന്നു മങ്കരയിൽ നടന്നത്. പരസ്പര സ്നേഹബന്ധങ്ങൾ കൈമാറി കുട്ടികൾക്കായി കലാപരിപാടികളും ഒരുക്കി. ഭക്ഷണത്തോടെയാണ് സംഗമം അവസാനിപ്പിച്ചത്. കുടുംബത്തിലെ വിദേശത്തുള്ളവരും ബന്ധുക്കളും നാട്ടിലെത്തിയതോടെ കൂട്ടായ്മയ്ക്ക് ഇരട്ടി മധുരം. മുതിർന്നവരായ അബ്ദുൾ റഹ്മാൻ, ആമിന, ഹംസ എന്നിവരെ ആദരിച്ചു. കുട്ടികൾക്ക് സമ്മാന വിതരണവും നടത്തി. KM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. SA മജീദ്, മഹബൂബ് റഹ്മാൻ, റിയാസ് മുഹമ്മദ്, KM ആദം, KM അബൂബക്കർ, SA സലീം, K ഹംസ, KM സഫിയ, ആസിയ, ഖദീജ, ഐഷ, ബൾക്കീസ്, റുക്കിയ, കമറുനിസ, നബീസ, സമീൻ എന്നിവർ സംസാരിച്ചു. KM സക്കീർ സ്വാഗതവും KM ആമിന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. തേവരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് അറിഞ്ഞിട്ടും മന്ത്രി ചിഞ്ചുറാണി പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിലെ സൂംബ ഡാൻസിൽ പങ്കെടുക്കുകയായിരുന്നു. മന്ത്രിയുടെ ഉത്തരവാദിത്വമില്ലായ്മ പരക്കെ ആക്ഷേപത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. മന്ത്രി രാജിവെക്കണം എന്ന അഭിപ്രായവും ഉയർന്നു. താങ്കൾ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിയിലേക്ക്. അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ആശയം പരക്കെ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, പാർട്ടി സംഘടിപ്പിച്ച അവരുടെ സൂം ഡാൻസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മന്ത്രി പോയത്. ഇത്തരത്തിലുള്ള മന്ത്രി കേരള സംസ്ഥാനത്തിന് തന്നെ അപമാനമാണ്. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടതായിട്ടുള്ള മന്ത്രിമാരെ ഇത്തരത്തിലുള്ള സൂംബ ഡാൻസും മറ്റേനും പോയി കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തം എന്താണ്? ഇവരുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ മന്ത്രി രാജിവെച്ചൊഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇത് എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റിക്കാരെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരും അഹോരാത്രം രാവുമില്ല പകലുമില്ലാതെ, അത് എനിക്കറിയുന്നതാണ്. കാരണം മരത്തിൻ്റെ ചില്ലകൾ വെട്ടിയിട്ടും പോസ്റ്റ് മാറ്റിയിട്ടും രാവുമില്ല പകലുമില്ല ചെയ്യുന്നു. എന്നാൽ ഈ ബന്ധപ്പെട്ട അധികൃതർ എന്തുകൊണ്ടാണ് ഈ
ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴാനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും എങ്ങനെ കൊടുക്കും? ആ കൊടുത്തത് തെറ്റല്ലേ? എന്തുകൊണ്ടാണ് മന്ത്രി ഇങ്ങനെ ചെയ്യുന്നത്? ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മന്ത്രി തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുക, അത് വളരെ എന്താ പറയുക, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു, കേരള സമൂഹത്തെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ. എന്നാലും ആ ഒരു വാക്കാണ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസം നോക്കും, അന്നത്തെ ആ സ്കൂളിലെ ഉന്നത ഇതിലും HM അവരൊക്കെ അത് ശ്രദ്ധിക്കാത്തതിൻ്റെ പരമായിട്ട് അത് സ്കൂളിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒരു വൈദ്യുതി ലൈൻ പോവുകയും അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഒരു വീട്ടിൽ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഷോക്കേറ്റ് മരിച്ച സമയത്ത് മന്ത്രിമാരൊക്കെ ഡാൻസിനും മറ്റ് പരിപാടികളിലും പങ്കെടുക്കുന്നത് ജനകീയമായ കാര്യങ്ങളിൽ ഇടപെടുകയും അവിടുന്ന് തീവ്രമായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത്. മന്ത്രി ജിഞ്ചു റാണി മാത്രമല്ല, CPIയുടെ സർവ്വമന്ത്രിമാരും ജനദ്രോഹ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഘടകകക്ഷി ഭരണം എന്ന നിലയ്ക്ക് ജനങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ നിന്നും പിന്തിരിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. CPI സേവ് ഫോറം സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെല്ലുവിളിയല്ലെന്നും അങ്ങനെയൊരു സംഘടനയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. ജില്ലയിലെ പാർട്ടി പ്രവർത്തനം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്നും KP സുരേഷ് രാജ്. വടക്കഞ്ചേരിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. പുതിയ ഭാരവാഹികൾ ഉണ്ടാകും. പുതിയ ജില്ലാ സെക്രട്ടറി ആരാകുമെന്ന ഊഹാപോഹങ്ങൾക്ക് ഞായറാഴ്ച വ്യക്തത വരും. ദുരിതയാത്രയ്ക്ക് അറുതിയില്ല. വാടനംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡിന്റെ പ്രവൃത്തികൾക്ക് ഒച്ചിന്റെ വേഗം. സർവീസ് റോഡ് 10 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനവുമായി റോഡ് പൂർണ്ണമായും അടച്ചിട്ട് 9 ദിവസം പിന്നിടുന്നു. നിർമ്മാണ പ്രവൃത്തികൾ എങ്ങുമെത്താത്തതിൽ ദുരിതയാത്ര എത്രനാൾ തുടരേണ്ടി വരുമെന്ന ആശങ്കയിൽ ജനങ്ങൾ. കോട്ടായിൽ പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ കുഴികളിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. മങ്കരയിൽ സംസ്ഥാന പാതയോരത്ത് അപകട ഭീഷണിയിലായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി. ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സ്ഥലം മാറ്റം അടുത്തിടെ നടത്തിയ ശസ്ത്രക്രിയയിൽ 2 രോഗികൾ മരിക്കാനിടയായ സാഹചര്യം. നടപടിയിൽ പ്രതികരണവുമായി ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ. സർക്കാരിന്റെ കോളാമ്പിയായി ഇടതു സംഘടനകൾ മാറിയെന്ന് NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി. KSEBയുടെ കെടുകാര്യസ്ഥതയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചപ്പോൾ അധ്യാപകരെ പ്രതിയാക്കുകയും ADGPയുടെ തെറ്റിന് ട്രാക്ടർ ഡ്രൈവറെ പ്രതിയാക്കുകയും ചെയ്യുന്നതാണ് ഇടതു നയമെന്നും ആക്ഷേപം. സർവീസ് മേഖലയെ തകർക്കാൻ ഇടതു സംഘടനകൾ കൂടപിടിക്കുകയാണെന്നും AJ ശ്രീനി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NTU ധർണ പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ്. ലൈഫ് പദ്ധതി അട്ടിമറിച്ചുവെന്നും അർഹരായവരെ മാറ്റി നിർത്തിയെന്നും ആക്ഷേപം. സമഗ്രമായ അന്വേഷണം നടത്തും വരെ ശക്തമായ സമര പരിപാടികൾ നടത്തുമെന്നും ലീഗ് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.